18 കോടി രൂപ മുടക്കിയ പടത്തിന് 24 ലക്ഷം രൂപ മാത്രമാണ് ടോട്ടൽ കളക്ട് ചെയ്തത്. അത് ഏത് പടമാണെന്ന് അറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞു തരാം, ഇതൊന്ന് കാണുക. അതായത് 2024 ടോട്ടലി 229 മൂവി ഇറങ്ങി. അതായത് OTT കൂട്ടാതെ, OTT മാത്രം ഡയറക്റ്റ് റിലീസ് കൂട്ടാതെ പിന്നെ ഫിലിം ചേംബർ രജിസ്റ്റർ ചെയ്തേക്കുന്നത് 229 പടം. 2025 217 പടം. അപ്പൊ ഒരു 7 പടത്തിന് വ്യത്യാസം വന്നു. ഓക്കെ, ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് 100 മുതൽ 200 ആൾക്കാർ വരെയാണ് പുതിയ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത്. നമ്മൾ അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്, പുതിയ പ്രൊഡ്യൂസർ വരുന്നത്. ഓക്കെ, സുദേശന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഇത് പണ്ടത്തെ സ്കൂളിൽ നമ്മൾ പഠിച്ചോണ്ട് പോകുന്ന പോലെ ഈ പടം പഠിച്ചോണ്ട് പോകേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാല് ഒരു സിനിമയുടെ പേരിടുമ്പോൾ നീട്ടിവരിച്ച് പേരല്ല ഇടുന്നത്, ഏതെങ്കിലും ചുരുക്കിയ 2 പേര് ഇതാക്കി കൂടായോ, എന്നിട്ട് വിശദീകരിച്ചാൽ മതിയല്ലോ സിനിമയ്ക്ക്. ഇതൊരു ടൈറ്റിലാണ് വരുന്നത്. ഡയറക്ടറിന്റെ പേര് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. പിന്നെ ഇന്ന് താൻ കേസ് കൊടുക്കുന്ന സിനിമയുടെ ഡയറക്ടറാണ്. നല്ല പടമാണ്, സൂപ്പറായിട്ട് ഹിറ്റ് അടിച്ചു. ഓക്കെ, അത് എല്ലാവർക്കും അറിയാം. അതിനാണ്ട് 10-12 കോടി രൂപ ഉണ്ടായിരുന്നു തോന്നുന്നു. സുദേശന്റെയും സുമലതയുടെ ഹൃദയവാദിയായ പ്രണയകഥ. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 18 കോടി രൂപയാണ് ബഡ്ജറ്റ്. എത്ര രൂപയാണ് ഇവര് പ്ലാൻ ചെയ്തത്? 3 കോടി രൂപ. കാര്യം അതിന്റെ ആർട്ടിസ്റ്റിനെയൊക്കെ അറിയാമല്ലോ, നമ്മൾ എപ്പോഴും ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ വെച്ചിട്ടാണല്ലോ. ഇത്രയും നീട്ടി വലിച്ച രസമുള്ള ഒരു സാധനത്തിന് 18 കോടി രൂപ ഇത് പ്രൊഡക്ഷനില് വെറും വേൾഡ് വൈഡ് 23 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. എന്റെ അറിവിൽ അന്നത്തെ ടൈമില് ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 18 കോടി മുടക്കിയാണ്. അങ്ങനെയാണ് ഈ ഫെഫിക്കത്തെ കുറിച്ച് പറയാതെ. എന്നാലും ഞാൻ വേറെ കാര്യം ചോദിക്കുന്നത്, ഈ പ്രൊഡ്യൂസറുടെ ഒരു കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഈ 3 കോടിക്ക് ഒരു 2 കോടിയുടെ ആയിക്കോട്ടെ, 5 നിർത്തി. ഇത് അതായത് 15 കോടി രൂപയാണ് എക്സ്ട്രാ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഞാൻ എപ്പോഴും ഒരു തെറി വിളിക്കുന്നു പറഞ്ഞ് പൊതുവെ പറയാറുണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു സാധനം കൺട്രോൾ ചെയ്യാനല്ലേ വെച്ചേക്കുന്നത്. ഈ ഒരു പടത്തിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ A to Z കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പൊ ഈ പുതിയതായിട്ട് വന്ന പ്രൊഡ്യൂസർ ആണെങ്കിൽ പുള്ളിക്കാരന് പറഞ്ഞ് മനസ്സിലാക്കിയും ഈ കൺട്രോൾ ചെയ്യാനാണ് പ്രൊഡ്യൂസർ. അല്ലെ പിന്നെ നമ്മൾ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ മാനേജർ. എന്റെ അഭിപ്രായത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നുള്ള പദവി മാറ്റി പ്രൊഡക്ഷൻ മാനേജറെ ആക്കി. സാധാരണ പ്രൊഡക്ഷൻ കൺട്രോളറെ ഒക്കെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കിളി മാറും. ആ പണി എന്ന് പറഞ്ഞാൽ എന്റെ അറിവിൽ ഇവിടുത്തെ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയുടെ ബഡ്ജറ്റ് നിയന്ത്രണം, പ്രൊഡക്ഷൻ കൺട്രോളർ സിനിമയുടെ ബഡ്ജറ്റ് നിയന്ത്രണം. ഓക്കെ, ഞാൻ ഈ പ്രൊഡ്യൂസറിനെ കുറ്റം പറയുന്നത്, ഡയറക്ടറിനെ കുറ്റം പറയുന്നത് കൂടെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന പദവി, ഞാൻ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എപ്പോഴും പറയുന്നത് ഒരു അനുഭവം കൊണ്ടാണ്. എന്റെ മാത്രമല്ല, എന്റെ സൗഹൃദങ്ങളിൽപ്പെട്ട പല ആൾക്കാരുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിനല്ലേ ഇങ്ങോട്ട് വന്നത്. ഇതൂടെ കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണമെങ്കിൽ കേട്ടോ. ഇത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കുന്നവരടുത്ത് ഞാൻ ഈ പറയാണ്, സിനിമയുടെ ബഡ്ജറ്റ് നിയന്ത്രണം, ചെലവുകൾ ട്രാക്ക് ചെയ്യുക, മറക്കണ്ട പ്രൊഡക്ഷൻ കൺട്രോളറെ. പിന്നെ അക്കൗണ്ട് ടീമുമായി സഹകരിക്കുക. അക്കൗണ്ട് കൂട്ടാനോ കുറയ്ക്കണമെന്ന് അവിടെ ഞാൻ വീണ്ടും പറയുന്നു. ഷെഡ്യൂളും ബഡ്ജറ്റിനും അനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മെയിൻ ആണോ? കാരണം ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയുന്നത്, ഞാനൊരു സിനിമയിൽ ഒരു ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെ ഭയങ്കര സംസാരം നടക്കുന്ന ഡയറക്ടറുമായിട്ട്, കൺട്രോളറും ഡയറക്ടറും. ആ കൺട്രോളർ അത്യാവശ്യം നല്ല കൺട്രോളാണ്. പുള്ളിക്കാരൻ പറഞ്ഞ് ഡയറക്ടറോട് വഴക്ക് എന്താന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരൻ പറഞ്ഞ് പിന്നെ ബഡ്ജറ്റിനെ കണ്ട് കുറച്ച് കൂടി പോയാൽ നിങ്ങളെന്താ നോക്കി ചെയ്യാനെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തു. അതാണ് കൺട്രോളർ. ഞാൻ വീണ്ടും പറയുന്നത്, അതാണ് കൺട്രോളർ. ഞാൻ പറഞ്ഞ എല്ലാവരെയും കുറ്റപ്പെടുത്തുക, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അപ്പം അത് പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിൽ ഞാൻ ആ പറഞ്ഞ ടീമുകളാണെങ്കിൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ടാക്സി ബില്ല്, സാധനം മേടിച്ചതിന്റെ ബില്ല് എന്താണെന്ന് പോലും നോക്കാതെ ഒപ്പിടുന്ന പണിയല്ലാതെ എന്തിനാണെന്നും അവിടെ പോയി നോക്കാനൊന്നും ഇരിക്കത്തില്ല. അതെ, ഓക്കെ, ഞാൻ ഈ പറഞ്ഞൊന്ന് അറ്റ്ലീസ്റ്റ് ഇത്രയും. പിന്നെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ അത് പ്രൊഡക്ഷൻ മാനേജർ എന്ന് വെച്ചിട്ട് അത് ഹോളിവുഡിലൊക്കെ പ്രൊഡക്ഷൻ മാനേജർ അവരത് ലൈൻ പ്രൊഡ്യൂസർ എന്നാക്കും. അത്രയും വലിയൊരു ഉത്തരവാദിത്തം പിടിച്ച ലൈൻ പ്രൊഡ്യൂസർ എന്നുള്ള കാറ്റഗറിയിലേക്കാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ വ്യക്തികളെ മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ അവർ വെക്കുന്നത്. കാരണം പറഞ്ഞാൽ അത്രയ്ക്ക് റിസ്ക് ഉള്ള പണിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. ബഡ്ജറ്റ് കൂട്ടുമല്ല ചെയ്യേണ്ടത്, ബഡ്ജറ്റ് കുറയ്ക്കുക. ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത്, നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ല, നിങ്ങളുടെ കൺട്രോൾ അസോസിയേഷന്റെ അക്കൗണ്ടിലൊക്കെ സാധനങ്ങളൊക്കെ എന്റെ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ എല്ലാ കൺട്രോളെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഇതൂടെ പറഞ്ഞു, ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇത്രയും നാളും പ്രൊഡക്ഷൻ കൺട്രോളിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വരും. ഇതുവരെ മറ്റുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു അവിഹിതത്തിന്റെ കഥയായാലും, പിന്നെ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് മറ്റ് സിനിമയുടെ റിവ്യൂ ആയാലും മറ്റെല്ലാം സംസാരിക്കാൻ ആൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഇത് ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്നൊരു കാറ്റഗറിയാണ് ഈ ബഡ്ജറ്റ്. പിന്നെ ആ സിനിമയുടെ കാര്യം ഞാൻ അവിടെ നിൽക്കാം. ഓക്കെ, ഞാൻ ഇത്രയാണ് പ്രൊഡക്ഷൻ കൺട്രോളിന്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് വേറെ കാര്യം പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞു വന്നതിന്റെ ബാക്കി
എന്താണെന്ന് ചോദിച്ചാല്, പിന്നെ ഈ ഒരു ഡയറക്ടർ സുരേഷന്റെ സുമലതയുടെ ഹൃദയഭാരിയായ പ്രണയകഥ, അതിന്റെ ഡയറക്ടർ രണ്ടാമതൊരു പടം എടുത്തു. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ചാക്കോച്ചൻ, ആദ്യം പ്രൊഡ്യൂസർ ചാക്കോച്ചൻ ഒറ്റയ്ക്കായിരുന്നു, പിന്നെ ഇയാള് മറ്റേ പടത്തിന്റെ അളവ് വെച്ച് ഇത് അങ്ങ് കയറി 10-20 കോടി രൂപ അടുപ്പിച്ചായി ഈ പടം. ഈ സെയിം ഡയറക്ടർ തന്നെയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ സിനിമ എടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം, ഈ സിനിമ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ 6 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് 2.5 മണിക്കൂറാക്കിയതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരൊക്കെ ഈ സീൻ എടുക്കുമ്പോഴും മറ്റേതൊക്കെ എടുക്കുമ്പോഴും ഒന്നും നോക്കൂടെ എത്ര കോടി രൂപയാണ് അത് ലോസ് വന്നേക്കുന്നത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു സൈഡ്. അപ്പൊ ഞാനിത് കൺട്രോളറെ ചീത്ത വിളിക്കുന്നവർക്കൊന്നും ഒരു കാര്യമില്ല, ഇതെല്ലാരും ശ്രദ്ധിക്കട്ടെ. ഇതിപ്പോ ക്യാമറമാൻ ആയാലും ഡയറക്ടർ ഈ ഡയറക്ടർ തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് ജിസ് ജോയി പറയുന്നുണ്ട്, അന്ന് ഭയങ്കരമായിട്ട് വിവാദം ഉണ്ടായ ഒരു വിവാദമല്ല, ഒരു സംഭവങ്ങളായിട്ട് കട്ട് ചെയ്ത്. ഞാൻ എന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയല്ല, പ്രൊഡ്യൂസർ നോക്കേണ്ടത്. ഒരു ഊമ്പിയ വർത്താനമാണ്, അത് വേറെ സത്യം, അതല്ല കേട്ടോ, അത് ഊമ്പിയ വർത്താനം തന്നെയാണ്. പക്ഷെ എങ്കിലും ഞാനത് പറയാണ്, അതുകൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പറയുമ്പോൾ അത് പറയണം. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞാൻ കൺട്രോളർ വിളിച്ചെന്ന് പറഞ്ഞു, ഒരുത്തൻ കൺട്രോളർ തെറി വിളിക്കാനും സിനിമയ്ക്കകത്തുള്ളവർ തെറി വിളിക്കാനും വേണ്ടി ഒരുത്തൻ ഇറങ്ങിയെന്നും പറഞ്ഞ് നിങ്ങളുടെ ഗ്രൂപ്പ് പ്രൊഡക്ഷൻ കൺട്രോൾ അസോസിയേറ്റ് പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഗ്രൂപ്പിനകത്തൊക്കെ പറയാന്ന് വരുന്നുണ്ട്. അതൊന്നും എനിക്കില്ല. ഈ കാര്യം ആരും പറയാത്തതിന്റെ പേര് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ അങ്ങ് പറയും. ഇത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അറിയാം അവർക്ക്. എന്നെ എത്രയോ സുഹൃത്തുക്കൾ സിനിമയിലുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ട് നശിച്ച ആൾക്കാർ, പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലോസ് വന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ചില കമന്റുകൾ എടുത്ത് നോക്കി മനസ്സിലാവും. അവരെന്നെ പേഴ്സണലും മെസ്സേജ് ഇടുന്നുണ്ട് എന്റെ അനുഭവം. അപ്പൊ എത്ര പേർ അനുഭവമായിരിക്കും അറിയോ? അപ്പൊ ഞാനിത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് മലയാളത്തിൽ മാത്രമേ ഞാൻ കാണുന്നു കേട്ടോ. തമിഴിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കാലുമേ കാലും വെച്ചിട്ടും വരാത്തത് ഒരു ഇവിടുത്തെ, ഞാൻ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയല്ല, ഞാൻ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരെയാണ് ഈ പേര് പറയാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് തെളിവുകൾ എന്ന് പറഞ്ഞ സാധനം ഒന്ന് വീഡിയോ ക്ലിപ്പോ മറ്റേത് കൊണ്ടുവരേണ്ടി വരും. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡ്യൂസർമാർ, സിനിമ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസർമാര് അവര് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വരുന്നതാണ്. എനിക്ക് പറ്റിയതാടാ. പിന്നെ എനിക്ക് പേഴ്സണലി 1-2 ടീമിന്റെ അടുത്ത് ഇത് ഉണ്ടായിട്ടുമുണ്ട് കേട്ടോ, 100%. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെയാണ്. എന്തിന് തെളിവ് കൊണ്ടുവരണം? ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രൊഡ്യൂസർ, ഇത് അറിയാത്ത ആൾക്കാർ നിങ്ങളുടെ കണക്ഷനിലുണ്ടെങ്കിൽ, നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഭയങ്കര ബഡ്ജറ്റ് കൂടി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടത്തിന് പ്രൊഡക്ഷനകത്ത് പൈസ കൂടിയപ്പം ആ കൺട്രോൾ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഇത് വേറെ സംഭവം, ഇത് വലിയ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്, ബഡ്ജറ്റ് കൂടിയെന്നും പറഞ്ഞ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ബഡ്ജറ്റ് കൂടിയെന്നും പറഞ്ഞ് ഇയാൾ കിടന്ന് കറങ്ങുവാണ് ഈ കൺട്രോളർ. എന്നിട്ട് ഇയാൾ എങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞ് തല പോയിക്കൊണ്ടിരിക്കുക, ഇന്ന സാധനം കട്ട് ചെയ്ത് അവിടെ കുറയായിരിക്കും. അത്ര ഐഡിയ ഉള്ള കൺട്രോളർമാർ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് 20 ലക്ഷം രൂപ മുതൽ, പിന്നെ വേറെ കാര്യം, 20 ലക്ഷം രൂപ മുതൽ 20 കോടിയോ 200 കോടിയോ മുടക്കുന്ന പടത്തിന് പ്രൊഡക്ഷൻ കൺട്രോളർ ഒപ്പിട്ടുണ്ടെങ്കിൽ, സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്രൂവ്. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്കകത്ത് അംഗം വേണം. ഒരിക്കലുമില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സിനിമയുടെ സെൻസറിന്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ആണെങ്കിൽ എവിടെ അംഗത്വം എടുക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ആദ്യമേ ഞാൻ അത് പറയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിന് എന്നെ മക്കത്തിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇനി എന്തായാലും ഞാൻ 2025 പടം എത്ര 217 ആണെങ്കിൽ 2024 225 ഉണ്ട്. ഞാൻ ഏറ്റവും അട്ടർ ഫ്ലോപ്പ് ആയതിന്റെ പേര് മാത്രമാണത് പറഞ്ഞത്. ഇനി ഇതേപോലെ അബദ്ധങ്ങൾ പറ്റി ഇനി ആ പ്രൊഡ്യൂസർ തിരിഞ്ഞു നോക്കുമോ? ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല, ഒരു വർഷം വരുന്ന പ്രൊഡ്യൂസറിന്റെ കണക്ക് വരെ ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയും ആൾക്കാർ ഇത് എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇന്ന് നമുക്ക് പ്രൊഡ്യൂസറെ തട്ടിയും മുട്ടി നടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രൊഡ്യൂസറായ എന്തുകൊണ്ട് ഒരാൾ വന്നിട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഒരു പടം കൊണ്ട് എടുക്കുക, നിർത്തുക, അതെന്താണെന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. ഞാനിപ്പോ ഈ ഒരു ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ, ബഡ്ജറ്റും കഥയും ആയിട്ട് ഒരു ബന്ധവുമില്ല. എഡിറ്റർ ഞാൻ പറഞ്ഞു, ഈ 6 മണിക്കൂറൊക്കെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമ 6 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളൊന്ന് ചിന്തിച്ചു, 6 മണിക്കൂർ സിനിമ എടുത്തിട്ട് കട്ട് ചെയ്ത് അത് 2.5 മണിക്കൂറൊക്കെ ആ പടം കയറിപ്പോയി. അപ്പം അതത്രേ ഉള്ളൂ. അപ്പൊ അത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പം കാര്യം ഇത് പറച്ചിൽ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു പിന്നെ ഞാൻ ഈ സിനിമയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനൊരു മൂലയെന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട് ഈ കാര്യം സാധാരണപ്പെട്ട ആൾക്കാർ, സിനിമയെ സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകർ, സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ ചാൻസ് ഇല്ല. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്.
ഞാൻ ഇനി ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും കൊണ്ടുവരും. ഇത്ര നാളും പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ അല്ലാതെ സിനിമയ്ക്കകത്തുള്ള അഴിമതിയെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഇനി ഞാൻ സംസാരിച്ചു തുടങ്ങും. ഓക്കെ, കാരണം ഈ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ സിനിമ സ്നേഹിക്കുന്നവർ ഇനി വരുന്നവരും അഭിനയിക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. അവരൊക്കെ ഇതേപോലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡ്യൂസറെ കിട്ടത്തുമില്ല, അഭിനയിക്കാന്മാർക്ക് ഒരു ചാൻസ് കിട്ടത്തുമില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇവര് പ്രതികരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവർ മാക്സിമം അടിച്ചു മാറ്റത്തില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ഞാൻ ഇതിനുള്ള വീഡിയോക്കൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തുവാണെന്നുള്ള അടിച്ചു മാറ്റലിന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ വീഡിയോ, ഇതിന്റെ കൂടുതൽ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാര്യം യൂട്യൂബിൽ എനിക്ക് അത്ര പക്ഷെ ഞാനിത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം. പണ്ട് തൊട്ടേ മനസ്സിൽ കൊണ്ടു നടന്ന സിനിമയെ കുറിച്ച് 2018 ഞാൻ ഇവിടെ വന്നു. 2017 തൊട്ടിട്ട് ഞാൻ ഇൻഡസ്ട്രിയായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് പല മേഖലകളിലും. അപ്പൊ അന്ന് മുതലേ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂട്ടിയിട്ട് എന്റെ ഇപ്പൊ ഈ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കിടക്കുമല്ലോ. ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ 10 വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെ കാണും. ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ ശരി എന്നാ.